ദുഷ്ടരെ കൊന്നവർക്കേകി മുക്തി ഹരി സാക്ഷി പരിപൂർണൻ ഗോവിന്ദ വന്ദനം. അജ്ഞരാം ഞങ്ങൾ തൻ പൂജാവ്രതാദികൾ മർത്യർ സകാമരായി ചെയ്യുന്ന സേവനം സ്വീകരിച്ചേഗണേ സ്വാസ്ഥ്യം ഇഹ പര ഭക്തർക്കനുഗ്രഹമായേ ഗണേ വരം. ഓ നമോ നാരായണായ ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ. നമ്മൾ ഇപ്പോൾ കർമ്മയോഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കണ എന്ന് തോന്നുന്നു. ആരെങ്കിലും ഒരാളൊന്ന് ഓണാക്കോ. ഇന്നലെ ക്ലാസ്സിൽ വന്ന ഒരാൾ. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. നമസ്കാരം. ക്ലാസ്സിൽ വന്ന ഒരാളൊന്ന് ഓണാക്കോ. ആ ഇന്നലെ അഞ്ചാമത്തെ ശ്ലോകമാണോ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? 12 വരെ പറഞ്ഞോ? മൂന്നാമത്തെ അധ്യായത്തിൽ 12-ാം ശ്ലോകം വരെയാണോ പറഞ്ഞത്? ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിത തൈർദത്താൻ അപ്രദായേഭ്യോ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേ തേന ഏവസ. 10 വരെ. ആയിക്കോട്ടെ. ഓക്കെ. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വമേഷ വോ അസ്തു ഇഷ്ടകാമതുക്ക്. അതാവും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? ബ്രഹ്മാവ് യജ്ഞങ്ങളോട് കൂടിയവരായിട്ടുള്ള നമ്മളെ പോലെയുള്ള പ്രജകളെ സൃഷ്ടിച്ചിട്ട് അവരോട് പറഞ്ഞു, ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ എത്രത്തോളം അഭിവൃദ്ധി മേൽക്കുമേൽ കിട്ടാൻ പറ്റുമോ അത്രത്തോളം യജ്ഞം ചെയ്ത് നേടാവുന്നതെല്ലാം നേടൂ. ഇഷ്ട അനുഭവങ്ങളെ തരുന്നതായിട്ടുള്ള കാമധേവ് സമം, അല്ലെങ്കിൽ കാമധേവനെ പോലെയെന്നോ കൽപ്പവൃക്ഷത്തെ പോലെയെന്നോ അങ്ങനെയുള്ള ആ ഭഗവാന്റെ കൃപയെ എങ്ങനെയാണ് നേടുക? നമ്മൾ ഭഗവാന്റെ പ്രീതിയെ നേടിക്കൊണ്ട് ഭഗവാനിൽ നിന്നും എന്താണോ നാം സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കാൻ കർമ്മത്തെ ചെയ്യൂ. കർമ്മത്തെ എങ്ങനെയാ ചെയ്യേണ്ടത്? കർമ്മത്തെ കർമ്മയോഗമായിക്കൊണ്ട് ചെയ്യണം. എന്താ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ? നാം ചെയ്യുന്ന കർമ്മങ്ങള്, അതിൻ്റെ ഫലങ്ങള്, അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം ഒന്നും നമുക്ക് വേണ്ടിയിട്ടല്ല, എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ എല്ലാവരിലുമുള്ള ഭഗവാന്മാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് വേണ്ടത് എന്താണോ അത് ഹിതം അറിഞ്ഞ് തരുന്ന, അതിനെ മുഴുവൻ സ്വീകരിക്കുന്ന ഒരു ഭാവത്തിൽ എത്തട്ടെ എന്ന് നമ്മളെയൊക്കെ ബ്രഹ്മാവ് അനുഗ്രഹിച്ചു എന്നാണ് ഭഗവാൻ അർജുനനോട് 10-ാമത്തെ ശ്ലോകത്തിൽ കർമ്മയോഗത്തെ പറ്റി പറഞ്ഞു വെച്ചത്. ഇനി 11-ാമത്തെ ശ്ലോകം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യഥ. അടുത്ത ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സന്ദേശമാണ് നമുക്ക് തരണത്. ഇവിടെ അനേന ദേവാൻ ഭാവയത തേ ദേവാഹ വഹ ഭാവയന്തു പരസ്പരം ഭാവയന്തഃ പരം ശ്രേയ അവാപ്സ്യഥ. ഇങ്ങനെ അതിൻ്റെ അന്വയം പറഞ്ഞിരിക്കണം. അനേന ഇതിനെ കൊണ്ട്, ഇതുകളെ കൊണ്ട് എന്ത് കാണിച്ചാൽ പറയാം. അപ്പം ഇവിടെ ഈ യജ്ഞങ്ങളെ കൊണ്ട്, യജ്ഞം എന്നുള്ളത് ഇപ്പം നമ്മളിപ്പോൾ ഗീതാജ്ഞാനയജ്ഞം, സപ്താഹയജ്ഞം, ഇതൊക്കെ യജ്ഞങ്ങളാണ്. യാഗങ്ങൾ പലതും, പൂജാവിധികൾ, എല്ലാ ദിവസവും ചെയ്യുന്ന പൂജാവിധികൾ, അങ്ങനെ യജ്ഞങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ യജ്ഞം എന്ന് ഉദ്ദേശിച്ചത് ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ ഊണ് കഴിക്കുന്നത് അതേപോലെ തന്നെയാണ് ഭഗവാന് നേദ്യം കൊടുക്കുന്നത്. അങ്ങനെ കാണാറായാലേ ബ്രഹ്മാവ് ഉദ്ദേശിച്ച ഈ യജ്ഞം ഇന്നതാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അനിത പറഞ്ഞാൽ മനസ്സിലായോ?
നമ്മൾ ഊണ് കഴിക്കുന്നത് പോലും ഭഗവത് പ്രീത്യർത്ഥമാവണം. അത്ര പ്രാധാന്യമുണ്ട് ഈ വാക്കിന്. അങ്ങനെ ആയാലേ ഈ പരസ്പരം ഭാവയന്ത എന്നുള്ള അതൊക്കെ നമുക്ക് ഭഗവാനിൽ നിന്ന് കിട്ടുള്ളൂ. എല്ലാവരിലുമുള്ള ഭഗവാനെയാണ് നാം അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, ത്രികരണങ്ങൾ മനസാവചസ കർമ്മണ ചെയ്യുന്നത് മുഴുവൻ ഭഗവാൻ സ്വീകരിക്കുന്നു, ഭഗവാന്റെ പ്രീതി നമുക്ക് കിട്ടുന്നു. ഇപ്പോൾ വാച്യാർത്ഥം എന്താ പറയുക? അനേന ഈ യജ്ഞാദികളെ കൊണ്ട്, പൂജയായാലും വേണ്ടില്ല, വ്രതായാലും വേണ്ടില്ല, നമസ്കാരമായാലും വേണ്ടില്ല, ദാനങ്ങളായാലും വേണ്ടില്ല, പലതും പലതും ഉണ്ട്. ഇതൊക്കെ ദേവാൻ ഭാവയത, ദേവന്മാരെ അവരെ പോഷിപ്പിക്കാൻ എന്നാണ് നമ്മൾ പറയുക എങ്കിലും ദേവന്മാർക്ക് ഈ പോഷണം വേണോ എന്നുള്ളത് ചർച്ചയാണ്. നമുക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നാം ദേവന്മാർക്ക് കൊടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ദേവന്മാർ നമുക്ക് തരുന്നു. അപ്പോൾ നാം ആരെയാണ് പോഷിപ്പിക്കുന്നത്? നമ്മെയാണോ ദേവന്മാരെയാണോ? അപ്പോൾ ഇവിടെ ദേവന്മാരെയാണ് പോഷിപ്പിക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ പോഷണത്തെ പൂർത്തീകരിക്കാനായിട്ട്. കൊണ്ടേക്കോളൂ, ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സുരേഷ് ഉണ്ട്. അതെ അതെ, എനിക്ക് എടുക്കാൻ വശല്ല, എനിക്ക് എടുക്കാൻ വശല്ല, അതുകൊണ്ടാ. അയച്ചാൽ വാട്സാപ്പിൽ അയച്ചാൽ മതി, ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഫോൺ അല്ല, എൻ്റെ ഫോണിൽ എടുത്തിട്ടില്ല, അതിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ ഫോണിലെ വണ്ടിയിലായിരുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. അപ്പോൾ ദേവന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ദേവാൻ ഭാവയത എന്ന്, ദേവന്മാരെ പോഷിപ്പിക്കൂ, അല്ലെങ്കിൽ ദേവന്മാർക്ക് വേണ്ടിയിട്ട് നാം സമർപ്പിക്കൂ. നമ്മളോട് നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക, ഇതെല്ലാം ഭഗവാന് കൊടുക്കൂ, ഭണ്ഡാരത്തിലിടൂ, നേദ്യം അങ്ങനെ കൊടുക്കൂ, ഇങ്ങനെ കൊടുക്കൂ. അതുപോലെ ഇന്ന ആളുകൾക്ക് ഗുരുക്കന്മാരായിട്ട് കണ്ടുകൊണ്ട് അപ്പോൾ അവരെയൊക്കെ ദേവന്മാരായിട്ട് കാണണം, ഇങ്ങനെയൊക്കെയുള്ള നിയമം. അപ്പോൾ ഈ നിയമങ്ങളെ മുഴുവൻ പാലിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇത് സ്വീകരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല. അതറിഞ്ഞാലേ ഈ ഉപാസന ശരിയാവുള്ളൂ. അതാണ് ബ്രഹ്മാവ് എല്ലാവരോടുമായിട്ട് പറഞ്ഞത്, ഇഷ്ടകാമസുഖമായിട്ടുള്ള ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതിന് അതിൻ്റെ പ്രതിഫലമായിട്ട് ഭഗവാൻ തരുന്നതായിട്ടുള്ള ഈ അനുഗ്രഹം, അല്ലെങ്കിൽ അത് വരമായിട്ട് കിട്ടും. അപ്പോഴാണ് വേണ്ടത് എന്തോ നമുക്ക് വേണ്ട സമയത്ത് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അതിപ്പോൾ ശ്വാസമായാലും ശരി, ആഹാരമായാലും ശരി, ജലം ആയാലും ശരി, കിടന്നുറങ്ങാനുള്ള സ്ഥലമായാലും ശരി, ആഹാര നിഹാര നിദ്രാവിഹാരാദികൾ ഭഗവാൻ തരുന്നതിനെ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ പോഷണം. അപ്പോൾ പറഞ്ഞു വന്നത് അനേന ദേവാൻ ഭാവയത. അപ്പോൾ നമ്മളതിൻ്റെ രണ്ടർത്ഥവും ഒരേപോലെ കണക്കാക്കണം. അങ്ങനെ സ്വീകരിച്ചതായിട്ടുള്ള ഈ ദേവന്മാര് തേ ദേവാഹ വഹ ഭാവയന്തു, ആ ദേവന്മാര് നിങ്ങളെയും അഭിവൃദ്ധിപ്പെടുത്തും എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു വരം പോലെയാണ്. അങ്ങനെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ എന്ന് ഭാവയന്തു, അങ്ങനെ ഒരു ഭാവി കാലത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ മാത്രമാണോ? അല്ല. ഇനി നമുക്ക് ആരത് തരാ? ആഹാരം തരുന്നത് സസ്യജാലങ്ങളാണ്. എന്തിനാ? ശ്വാസം തരുന്നതടക്കം, ശുദ്ധവായു തരുന്നതടക്കം സസ്യജാലങ്ങളാണ്. അപ്പം നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ട് സസ്യജാലങ്ങളെ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് പഞ്ചയജ്ഞങ്ങൾ. അപ്പം ഈ പഞ്ചയജ്ഞങ്ങളൊക്കെ ഇതേപോലെയുള്ള ഈശ്വരൻ്റേതായിട്ടുള്ള എന്തോ അതിനെ പുഷ്ടിപ്പെടുത്തുക, അതിനു വേണ്ടി ചെയ്യുന്നതാണ് പഞ്ചയജ്ഞങ്ങൾ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പരസ്പരം ഭാവയന്തഃ എന്ന രീതിയിൽ വരുള്ളൂ. അപ്പം ഇത് അറിഞ്ഞിട്ട് വേണം ഭഗവാനെ ഉപാസിക്കാൻ. ആയിക്കോട്ടെ, ബാക്കി പിന്നെ ശരി. ശ്രീ ഗുരുവായൂരപ്പ. അപ്പോൾ ഇങ്ങനെ തേ ദേവാഹ വഹ ഭാവയന്തു,
നമ്മൾ ഇതുപോലെ ഉപാസിക്കുന്നതായിട്ടുള്ള ആ ദേവന്മാര് ആ സ്വീകരിക്കുന്നതായിട്ടുള്ള ഭാവത്തിൽ തന്നെ ഇപ്പൊ എല്ലാ ദേവന്മാരും ഒരേപോലെ അല്ല സ്വീകരിക്കുക. നമുക്കറിയാലോ, രജോ ഗുണവും തമോ ഗുണവും സാത്വിക ഗുണവും ത്രിമൂർത്തികൾക്ക് തന്നെ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ അഷ്ടദിക്പാലകന്മാരാണ് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് ഓരോരുത്തരും സ്വീകരിക്കുന്നത് നമുക്ക് വരമായിട്ട് തരുന്നത് വേറെ വേറെയാണ്. വരുണനെയാണ് നമ്മൾ ഭജിക്കുന്നത് എങ്കിൽ സന്താനാദികളെയാണ് തരിക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദേവന്മാർക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ആഗ്രഹത്തെ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ത്രിമൂർത്തി എന്നോ പോലെ വൈഷ്ണവ ശൈവ ശാക്തേയം എന്നോ ഈ അഷ്ടദിക്പാലകന്മാരെ എന്നോ വ്യത്യാസമില്ലാതെ കണ്ട് നമ്മൾ ഒരേപോലെ തന്നെ കൊടുക്കുന്നു. അപൂർവം ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ മറ്റേ നാഗങ്ങൾക്ക് കൊടുക്കുന്നത് വ്യത്യാസമുണ്ട്, ഈ നവഗ്രഹങ്ങൾക്ക് കൊടുക്കുന്നത് വ്യത്യാസമുണ്ട്, ദേവന്മാർക്ക് കൊടുക്കുന്നത് വ്യത്യാസമുണ്ട്, ദേവന്മാരിൽപ്പെട്ടതായിട്ടുള്ള പിതൃക്കൾക്ക് കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാം കൊടുക്കുന്നു. കൊടുക്കുന്നതിൻ്റെ റിട്ടേൺ കിട്ടുന്നത് നമ്മുടെ ആവശ്യം എന്താണോ അത് സാധിപ്പിക്കാനാണ്. രോഗമില്ലാതിരിക്കാൻ ധന്വന്തരിമൂർത്തിയെ. അതിപ്പോൾ ധന്വന്തരിമൂർത്തി മാത്രമല്ല, ലോകവൈദ്യനായിട്ട് മഹാദേവന് കൊടുത്താലും നമ്മുടെ രോഗത്തെ മാറ്റി തരും. അശ്വിനി കുമാരന്മാർ അഷ്ടദിക്പാലന്മാരിൽ ആ ഗണങ്ങളിൽപ്പെട്ടതാണ്. നേരിട്ട് 8 ദിക്കിന്റെ ഒരു അധിപതിയല്ല, എത്രയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ ആവശ്യത്തെ നടത്തി തരും. ഇങ്ങനെ ഇപ്രകാരത്തിലാണോ നമുക്ക് ഈ ജീവിതം 100 കൊല്ലം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജീവിച്ച് നമ്മിൽ നിന്ന് എല്ലാം മാറ്റിക്കളയണം. അതായത് നമ്മളിപ്പോൾ സ്റ്റോർഡാണ്. ഈ പുണ്യപാപങ്ങൾ സ്റ്റോർഡ് ആയതിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ നമുക്ക് മുക്തി കിട്ടുള്ളൂ. അതിന് അത്യന്താപേക്ഷികമാണ് ഈ ശരീരം. ആ ശരീരം 100 കൊല്ലം നിലനിർത്തണം. രണ്ടാമത്തെ ഭാവമാണ് ജീവനെ ശുദ്ധീകരിക്കുക എന്നത്. അപ്പൊ ഈ ദേവനെ എന്തിനാ പൂജിക്കുന്നത്, ദേവനെ എന്തിനാ ഇത് സമർപ്പിക്കുന്നത്? നമ്മുടെ ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ജീവന്റെ ശുദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് ഈ കർമ്മം ചെയ്യണോ എന്ന ബോധത്തോട് കൂടിയിട്ട് എത്ര ആൾക്കാർ പൂജ ചെയ്യുന്നുണ്ടാവും, എത്ര ആൾക്കാർ നാമം ജപിക്കുന്നുണ്ടാവും, പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടാവും, ദാനം ചെയ്യുന്നുണ്ടാവും, പിതൃ പൂജാദികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഔർധ്വദൈഹിക കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരു ആള് മരിച്ചു വെച്ചാൽ നമുക്ക് ആ സംസ്കാരം ചെയ്യുമ്പോൾ ഈ ഒരു ഭാവത്തിലാണോ നമ്മൾ ചെയ്യുക? ആ ആള് നേരെയാവട്ടെ, ആ ആൾക്ക് മുക്തി കിട്ടട്ടെ എന്നല്ലേ നമ്മൾ പോലും പറയാ. അങ്ങനെയല്ലാതെ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതാണ് ബ്രഹ്മാവ് പറഞ്ഞത്. അപ്പൊ നമ്മള് എന്തിന് പിതൃപൂജ ചെയ്യണു? എനിക്ക് എൻ്റെ പരമ്പര ഉണ്ടാകുവാൻ. അങ്ങനെ എത്ര ആൾക്കാർ പറയാറുണ്ട്? അങ്ങനെ പറയാവൂ. അങ്ങനെ ആയാലാണ് ഞാൻ എന്നും ഞാൻ ഇപ്പോൾ ഈ ദേഹമാണ് എന്ന ബോധത്തിൽ നിന്നും വീണ്ടും ഒരു ദേഹത്തെ ഈ ജീവനെ സ്വീകരിക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും ഈ പ്രാരബ്ധം തീർക്കാനും സാധിക്കുള്ളൂ. എന്താ പറയണമെന്നുള്ളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കിട്ടും. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് പോസ്റ്റ് ചെയ്യാം, നിങ്ങൾ കേട്ടോളൂ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ചെയ്യുന്നത് മുഴുവൻ ഭഗവാന് വേണ്ടിയിട്ടാണ് നാം കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ലക്ഷ്യം ഭഗവാന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്നുള്ളത് നമ്മുടെ ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ജീവന്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ പുണ്യപാപങ്ങളുടെ 0 ആക്കൽ ആണ്. അപ്പം അതുകൊണ്ട് അത് ഉദ്ദേശിച്ചു കൊണ്ടുവേണം. ഇപ്പം നമ്മൾ ശ്രവണം ചെയ്യുകയാണ് ഗീത. ഓരോ ശ്ലോകങ്ങളെ നമ്മൾ ശ്രവണം ചെയ്യുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കണം. അപ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ. ഈ ജ്ഞാനം കൊണ്ട് മനോമകൻ ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടേതായിട്ടുള്ള നാം എന്താണോ ഇങ്ങനെ പുണ്യായാലും പാപമായാലും വെച്ചിരിക്കുന്നത്, ഈ ശ്രവണം കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുണ്ട്. ശ്രവണത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അറിയാതെ കണ്ട് നമ്മൾ ഈ ജീവൻ ആ ജ്ഞാനിയായിട്ട് മാറും. അപ്പോൾ ചിലതിനെ വൈരാഗ്യം പോലെ ഉപേക്ഷിക്കുകയാണ് വേണ്ടി വരിക, ചിലത് ആസക്തിയോട് കൂടിയിട്ട് സ്വീകരിക്കാവും വേണ്ടി വരിക. എന്താ ആസക്തിയോട് സ്വീകരിക്കേണ്ടത്? ഭഗവാനെ ആസക്തിയോട് കൂടിയിട്ടാണ് സ്വീകരിക്കേണ്ടത്. രൂപമായാലും വേണ്ടില്ല, നാമായാലും വേണ്ടില്ല, ലീലയായാലും വേണ്ടില്ല, വരായാലും വേണ്ടില്ല, അനുഗ്രഹമായാലും വേണ്ടില്ല, അങ്ങനെ സ്വീകരിക്കേണ്ടത്. ഇതിന് നമുക്ക് പ്രേരണ തരും ഈ ശ്രവണം കൊണ്ട്. ഇനി അടുത്തത്
ഇപ്പൊ നമ്മൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടം പരസ്പരം ഭാവയന്തഃ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോഷിപ്പിച്ചുകൊണ്ട് നാം കൊടുക്കുന്നത് 1 ആണെങ്കിൽ നമുക്ക് ആവശ്യം 1000 ആണെങ്കിൽ അത് തരുന്ന ദേവൻ, നമുക്ക് 10,000 ആണ് ആവശ്യമെങ്കിൽ 10,000 തരുന്ന ദേവൻ, എത്രയാണോ നമുക്ക് ഹിതം അതാണ് തരിക. നമുക്ക് ചെലവ് 10,000 ആണെങ്കിൽ 10,000വും ഭഗവാൻ തരും. ഇത് ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് പരസ്പരം ഭാവയന്ത. ഇനി കൊടുത്താലേ കിട്ടുള്ളൂ, കൊടുക്കാഞ്ഞാൽ കിട്ടില്ല എന്ന് സാമാന്യേന ഈ ലൗകിക ഭാവത്തിൽ നമ്മൾ പറയാറുണ്ട്. ഭജിക്കണം, ഭജിച്ചാലേ കിട്ടൂ. അപ്പൊ നമുക്കൊരു സംശയം, ഒരു ഭജനവും ചെയ്യാത്ത എത്രയോ ആൾക്കാർ വളരെ സുഖമായിട്ട് അനുഭവിക്കുന്നു. എന്തെല്ലാം അനുഭവങ്ങള്! ദാരിദ്ര്യം ഇല്ല അവർക്ക്, ഇഷ്ടം പോലെയാണ്. ധനം എത്രയോ വെച്ചാൽ മനസ്സിലായി, അത്രയുണ്ട്. സന്താനങ്ങൾ ധാരാളമുണ്ട്, യോഗ്യതയുണ്ട്, വലിയ ജോലി, വലിയ അധികാരം, സൗന്ദര്യം, എന്തൊക്കെയാ വേണ്ടത് അതൊക്കെ ഉണ്ട്. അവരൊന്നും ചെയ്യണമില്ല. പക്ഷെ അവർ ചെയ്തിട്ടുണ്ട് പൂർവ്വജന്മങ്ങളിൽ. കൊടുക്കാതെ കണ്ട് കിട്ടില്ല, നമ്മൾ ആവശ്യപ്പെടാതെ കണ്ട് ഭഗവാൻ തരില്ല. അപ്പൊ മുൻജന്മങ്ങളിലാവും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക, അതും തീർത്തല്ലാണ്ട് മുക്തി കിട്ടില്ല. അപ്പൊ തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സുഖിക്കാനാണ് അവർ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പലരും ദ്രോഹാദികളെ ചെയ്യുന്നു, അന്യന്മാരെ ദ്രോഹം ചെയ്യുന്നു. അത് ഹിംസയാണല്ലോ. അവര് ഏതെങ്കിലും ജന്മത്തില് മറ്റുള്ളവരിൽ നിന്നും ഇതേപോലെ ഒന്നുകിൽ വധിക്കപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹിംസ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവാം. വധിക്കൽ മാത്രമല്ലോ, അപമാനായാലും ശരി, അടിയായാലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും കൂടി ഇവിടെ അത് ചെയ്യേണ്ടി വരും, തിരിച്ച് ചെയ്യേണ്ടി വരും. എന്നാൽ അതിന് യമൻ ഇല്ലേ ശിക്ഷ കൊടുക്കാൻ, വിധിക്കാൻ? പക്ഷെ ഇത് ആ ജന്മത്തിൽ ഇത് അനുഭവിച്ചപ്പോ തിരിച്ച് എനിക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ ആ കാമത്തിന് അടിമയായത് കൊണ്ടാണ് ഈ ജന്മത്തിൽ അങ്ങനെ വേണ്ടി വരുന്നത്. നമ്മളെ ഉപദ്രവിക്കുന്ന ആ ആള് നമ്മൾ ഈ ജന്മത്തിൽ ഒരു ബന്ധമില്ല. റോട്ടിൽ വെച്ചു, 2 വാഹനങ്ങൾ പോണതിന്റെ ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞു, അടിപിടി ഉണ്ടായിച്ചാൽ താൽക്കാലികമായിട്ട് അപ്പം അങ്ങോട്ട് കാണുക. എന്നിട്ട് എന്താ കാര്യം? അപ്പം അടിപിടിയാ. പക്ഷെ ഇത് പൂർവ്വജന്മ ബന്ധം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോ നമ്മൾ ഏതൊക്കെയോ ജന്മത്തിൽ എന്തൊക്കെയോ ചിലത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ അനുഭവങ്ങളാണ് ഇപ്പോ അനുഭവിക്കുന്നത്. അതാണ് നല്ലോണം മനസ്സിരുത്തണം. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഊരിപ്പോരാ? അവിടെ ക്ഷമിച്ചാൽ മതി, സഹിച്ചാൽ മതി. ഇതിനാണ് തിതിക്ഷ, ക്ഷമ. അനവധി ഭാവങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ വ്യത്യാസമുണ്ട്. സഹിക്കുക, അതിനെ അനുഭവിച്ച് അങ്ങോട്ട് മറക്കുക. ഇങ്ങനെയൊക്കെയാണ് അതിന് രക്ഷപ്പെട്ടു പോരാ. അപ്പൊ നമുക്ക് വീണ്ടും പ്രാരബ്ധം വരണില്ല. അതല്ലെങ്കിൽ വീണ്ടും പ്രാരബ്ധം വരും, അത് വീണ്ടും അനുഭവിക്കേണ്ടി വരും. നമ്മൾ തിരിച്ചടിക്കാൻ പോവേ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പോവേ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആഗ്രഹം വന്നാൽ മതി, എന്നാ കുടുങ്ങി. അപ്പൊ ആഗ്രഹിക്കരുത്. എനിക്ക് അവരെന്നെ എങ്ങനെ അടിച്ചുല്ലോ, എന്നിൽ നിന്ന് ഇത്ര പൈസ ഈടാക്കിയല്ലോ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ സമയം എത്ര നഷ്ടപ്പെടുത്തിയല്ലോ, ഇതൊക്കെയാണേ പലതാണ് നമുക്ക്. അപ്പോ നമുക്ക് പ്രാരബ്ധം വരാതിരിക്കാൻ വേണ്ടത് ഈ ഒഴിവാക്കൽ തന്നെയാണ്. അതിനാണ് വൈരാഗ്യം എന്ന് പറയാ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ദേവന്മാരും നമ്മളും ജീവജാലങ്ങളും, അതേപോലെ തന്നെ ജീവജാലങ്ങളും അവരുടെ ഭാവങ്ങളും പരസ്പരം ഭാവയന്തഃ. അതാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്യണത്? രാവിലെ നീട്ടാൽ ആ പ്രക്രിയകളെല്ലാം ചെയ്തതിന് ശേഷം പുഷ്ടിപ്പെടുത്തുക എന്ന രീതിയിൽ ദേവാരങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞ് ആഹാരം കഴിക്കും. അത് 2 തരത്തിൽപ്പെട്ടതായിട്ട് പുഷ്ടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നാം ചെയ്യുന്നത് സകലതും ഇപ്പൊ നേരത്തെ എന്താ പറഞ്ഞത്? മുഴുവൻ ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആഹാരം കഴിക്കുന്നത് അഹം വൈശ്വാനരോ ഭൂത്വ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ. അപ്പോ വൈശ്വാനരനാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലൊരു പ്രധാന ഘടകമാണ് ഈ ജീവനെ സഹായിക്കുന്നതായിട്ടുള്ള ശരീരത്തിന്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാനാൽ തരപ്പെട്ടതായിട്ടുള്ള പ്രാണൻ. അതിൽ ആ പ്രാണനെ സന്തോഷിപ്പിക്കലാണ്, പ്രാണന്റെ പ്രീതി ലഭിക്കലാണ് ഈ ആഹാരം കഴിക്കുമ്പോൾ കിട്ടുക. അപ്പൊ അത് ശുദ്ധമാവണം, സാത്വികമാവണം, പലതുമാണ് നിയമങ്ങൾ. ഇങ്ങനെ ആയാലാണ് ഈ പരസ്പരം ഭാവയന്തഃ ശരിയാവുള്ളൂ. നമ്മളത് തിന്നാൻ പാടില്ലാത്തോ അബദ്ധ്യമായതോ കഴിക്കുമ്പോൾ നമ്മിൽ അതേ ഭാവമാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് വീണ്ടും പ്രാരബ്ധത്തിലേക്കാണ് ചെന്ന് ചേരേണ്ടി വരിക. അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല. അത്ര പ്രാധാന്യമുണ്ട് ബ്രഹ്മാവ് ഇപ്പോ ഈ പറഞ്ഞ ആ കാര്യത്തിന്. അതിനെ കൃഷ്ണൻ അർജുനനോട് എടുത്തു പറയുകയാണ്. ഇനിയോ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഫലമാണ് പരം ശ്രേയ.
എത്രത്തോളം ഉത്കൃഷ്ടമായിട്ടുള്ള ശ്രേയസ്സിനെയാണ് അതുകൊണ്ട് കിട്ടുക ഈ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ. നമുക്ക് ഈ ജ്ഞാനം കിട്ടാൻ കുറച്ച് ഭഗവത് അനുഗ്രഹമില്ലാതെ കണ്ട്, സദ്ഗുരുക്കന്മാരുടെ ഈ ശിക്ഷണം കിട്ടാതെ കണ്ട് നമുക്കത് കിട്ടില്ല. അപ്പൊ പരം ശ്രേയസ്സായിട്ടുള്ള ഇതിനെ അവാപ്സ്യത, അവിടേക്ക് എത്തിയാലും അതിനെ സ്വീകരിച്ചാലും അത് ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ, അവിടേക്ക് എത്തി അത് പ്രാപിച്ചാലും, ഇതാണ് പറയണത്. അപ്പൊ ഇത്രയും വിശദമായിട്ട് ദേവാൻ ഭാവയതാനേന തേ ദേവ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യത. ദേവാൻ, ദേവന്മാരെ, ദേവഗണങ്ങളെ, ഭാവയത അനേന, അവരെ എത്രത്തോളം പൂജിക്കുകയോ എന്തൊക്കെയാ ചോദിച്ചാൽ നമ്മൾ അനുഭവം കൊണ്ട് കണ്ടോളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, കേട്ടോളൂ, കൊടുത്തോളൂ, സമർപ്പിച്ചോളൂ, ഇതൊക്കെ ഭാവയത എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അങ്ങനെ ദേവന്മാരെ അനേന, ഇതുകളെ കൊണ്ട്, ഈ ചെയ്യുന്ന പ്രവൃത്തികളെ കൊണ്ട്, തേ ദേവ, ആ ദേവന്മാര്, ഭാവയന്തു വഹ, അവർ നമ്മളെ, വഹ എന്ന് വെച്ചാൽ നിങ്ങളെ എന്നാണ്, ഭഗവാന്റെ വാക്കായതുകൊണ്ട് നിങ്ങളെ എന്നാണ്. അപ്പൊ നമ്മളെ എന്ത് ചെയ്യും? ഭഗവാൻ ദേവ ഭാവയന്തു വഹ, ആ ദേവന്മാര് നിങ്ങളെ എന്താണോ ചെയ്യേണ്ടത്, ഹിതമനുസരിച്ച് കിട്ടേണ്ടത്, അത് കിട്ടിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ തരുമാറാകട്ടെ. അങ്ങനെ പരസ്പരം ഭാവയന്തഃ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ചെയ്തുകൊണ്ട് എവിടേക്കാണ് എത്തേണ്ടത്? ശ്രേയഃ പരം അവാപ്സ്യത, ഏറ്റവും ശ്രേയസ്സായിട്ടുള്ള, പരം ശ്രേയസ്സായിട്ടുള്ള, അതായത് ഈ ബ്രഹ്മാണ്ടത്തിന്റെ പുറത്ത് കിടക്കണം നമുക്കേ, മറ്റൊരു ബ്രഹ്മാണ്ടത്തിൽ എത്താനല്ല, വേറൊരു ബ്രഹ്മാണ്ടത്തിൽ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. എന്താ വേണ്ടത്? ഇനി മറ്റൊരു ബ്രഹ്മാണ്ടത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ള മുക്തിയിലേക്ക് അവാപ്സ്യത, പ്രാപിച്ചാലും അവിടേക്ക് എത്തൂ. ദേവാൻ ഭാവയത അനേന തേ ദേവ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യത. ഇങ്ങനെ 11ാമത്തെ ശ്ലോകം. ഇനി 12ാമത്തെ ശ്ലോകം. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സാം. യജ്ഞഭാവിതാഹ, അപ്പോ യജ്ഞങ്ങളെ കൊണ്ട് നമ്മളാൽ ഭാവിക്കപ്പെട്ടതായിട്ടുള്ള, ഭാവന കൊണ്ട് പലതും കണ്ടതായിട്ടുള്ള, സമർപ്പിച്ചതായിട്ടുള്ള, അതാണ് ഭാവിതാഹ. നമ്മള് ഒരു ദേവനെ തന്നെ പല പ്രകാരത്തിൽ നമ്മൾ കാണാറുണ്ട്. സകല സ്വരൂപം സ്വീകരിച്ചുകൊണ്ട്, അവതാരമൂർത്തി സ്വരൂപം സ്വീകരിച്ചുകൊണ്ട്, വിഷ്ണു കാണിച്ച മത്സ്യകൂർമ്മ വരാഹ അല്ലെ, ശിവന്റെ തന്നെ എത്രയോ അവതാരങ്ങളുണ്ട്. കിരാതവേഷത്തിൽ ഭഗവാൻ വന്നിട്ടുണ്ട്. ശിവന്റെ ധാരാളം, ഏതൊക്കെ ആയിക്കോട്ടെ, ദക്ഷിണാമൂർത്തി ആയാലും ഒക്കെ ശിവൻ തന്നെയാണ്. ഇനി വീരഭദ്രനായാലും ശരി, ഒക്കെ ഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. അപ്പൊ ഇവിടെ അതില്ല. നമ്മൾ ഏത് ഭാവത്തിലാണോ ഈ ഭഗവാനെ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കുന്നത്, തേ ദേവാഹ, ആ ദേവന്മാര്, വഹ നിങ്ങൾക്ക്, നമ്മളെ പോലെയുള്ള ഓരോരുത്തർക്കും, ഇഷ്ടാൻ ഭോഗാൻ, ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സുഖ അനുഭവങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും സ്വീകരിക്കട്ടെ, സ്വീകരിക്കാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആര്? ഭഗവാന്റെ തന്നെ കിങ്കരന്മാരായിട്ടുള്ള പാർഷദര് എന്ന് പറയാൻ നിവൃത്തിയില്ല, അതിന്റെ മീതെയാണ് ഈ ദേവഗണങ്ങൾക്ക് സ്ഥാനം, അഷ്ടദിക്പാലകന്മാർക്ക് സ്ഥാനം. അപ്പൊ അങ്ങനെയുള്ള അവര് നിങ്ങളെ സുഖിപ്പിച്ചുകൊണ്ട്, ദുഃഖിപ്പിച്ചുകൊണ്ടും, അത് പറഞ്ഞില്ല കേട്ടോ, രണ്ടും ഒന്നാ. ഇഷ്ടാൻ ഭോഗാൻ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ സ്വതേ സുഖമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെയോ ദാസ്യന്തേഹി എന്നാണ്. ദാസ്യന്ത എന്ന് പറഞ്ഞാൽ ദാസഭാവത്തിൽ നമുക്ക് നമ്മുടെ ബാല്യക്കാരനാണെന്ന് സാരം. ഈ ദേവന്മാരെ നമ്മൾ പൂജ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാല്യക്കാരനാണ്, നമുക്ക് തന്നോളും. ദാസഭാവന അതിന്റെ വാച്യാർത്ഥം. അങ്ങനെയാണെങ്കിലും ആ വാച്യാർത്ഥത്തിന് പ്രാധാന്യമില്ല. കാരണം ദേവന്മാർ നമ്മുടെ ദാസന്മാരല്ല, ദേവന്മാർ നമ്മുടെ ബാല്യക്കാരല്ല. അപ്പൊ അവരെന്താ ചെയ്യാ? ദാസ്യന്തേ, തരുക തന്നെ ചെയ്യും. എന്താണോ തരേണ്ടത് അത് തരും. എന്തൊക്കെയാ തരാ? വസ്തുക്കളെ തരും. വസ്തുക്കളെ മാത്രം തന്നാൽ മതിയോ? അത് അനുഭവിക്കാനുള്ള കാലം ശരിയാവണം, ദേഹം ശരിയാവണം, മനസ്സ് ശരിയാവണം, പല പല സന്ദർഭങ്ങളും ശരിയാവാനുണ്ട്. ഇത് മുഴുവൻ ശരിയാക്കി തരുന്നത് ആരാണ്? അതാത് ദേവന്മാരുടെ ഗണ അധിപന്മാരാണ്.
പാലകന്മാര് എന്ന് വെച്ചാൽ അഷ്ടദിക്പാലകന്മാരാണ്. അവരിലുള്ള ദേവഗണ അധ്യക്ഷന്മാരാണ് വരുണനായാലും യമനായാലും വായുദേവനായാലും അഗ്നിദേവനായാലും ഈശാനായാലും ഒക്കെ. അപ്പൊ അവരൊക്കെ നമുക്ക് എന്താ ചെയ്യുക? ദാസ്യന്തേഹി, എല്ലാം തരുക തന്നെ ചെയ്യും. എന്നിട്ടോ ഇഷ്ടാൻ ഭോഗാൻ, അതാണ്. എന്നിട്ടോ അത് വെറുതെ തരല്ല, നമ്മളെ കൊണ്ട് അത് ഭുജിപ്പിക്കുക തന്നെ ചെയ്യും. തൈഹി ദത്താൻ, അവര് ആ ദേവന്മാര് ഇപ്രകാരത്തില് ദത്താൻ, തരപ്പെട്ടതായിട്ടുള്ള ഓരോന്നും, ഇന്നത് ഇന്നത് എന്നത് എന്ന് നമ്മൾ അനുഭവിച്ചവർക്ക് ഓരോരുത്തർക്കും അറിയാം. ഒന്നും വേണ്ട, പ്രത്യേകിച്ച് നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ ഒന്ന് കാലിടറി വീണു, കാല് പൊട്ടിയില്ല, നമുക്ക് വീണു വെച്ചാലും ഒന്നും പറ്റിയതുമില്ല വെച്ചാൽ അവിടെ ഭൂമി താങ്ങിയെന്ന് തന്നെയാണ്. നേരെ മറിച്ച് അത്രയൊന്നും ഉണ്ടായില്ല, കാലൊന്ന് തട്ടുകയും ചെയ്തു, അവിടെ നഖം പോലും പിഴുതു പോയി എന്ന് കൂട്ടുക, വലിയ വിഷമമായി നമുക്ക്. നമ്മൾ വീണുമില്ല. അപ്പോ വലിയ വേദന എത്ര കാലം വേണം? അത് ഉണങ്ങുന്നത് വരെ വേണം. അതാണ്. അപ്പൊ അതാത് സമയത്ത് ഭഗവാൻ എങ്ങനെയാ നമ്മളെ അതാത് ദേവഗണങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വലിയ ദുഃഖവും ചിലപ്പോൾ ചെറിയ ദുഃഖവും. അനുഭവിക്കുന്നതിന് വേണ്ടി വരില്ല, അങ്ങനെ പെട്ട് തല്ലായിട്ടും പോണ് കാണാം. അപ്പൊ തൈഹി ദത്താൻ, ഇനി സുഖാണെച്ചാൽ അത്, ദുഃഖാണെച്ചാൽ അത്, ഇങ്ങനെ ഓരോന്നും. നമുക്ക് 1000 ഉറുപ്പ്യാണ് വേണ്ടത്, 10,000 ഉറുപ്പ്യ തന്നാൽ സഫീഷ്യന്റ് ആണ്, സർപ്ലസ് ആണ്. നേരെ മറിച്ച് 1000 ഉറുപ്പ്യക്ക് 500 ഉറുപ്പ്യ തന്നുള്ളൂ വെച്ചാൽ 500 ഉറുപ്പ്യ ഷോർട്ടാണ്, എന്ത് ചെയ്യും ഞാൻ എന്ന് നമുക്കൊരു വിചാരം ഉണ്ടാവും. ഇങ്ങനെ നാം കൊടുക്കുന്നതിൻ്റെ വിഹിതം അനുസരിച്ച് ഭഗവാൻ തരേണ്ടത് മാത്രമേ തരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഷോർട്ട് വരാതിരിക്കാൻ നാം എന്ത് വേണം? നമ്മിലുള്ളത് മുഴുവൻ കൊടുക്കണം എന്നതാണ്. ദേവന്മാർക്ക് കൊടുത്തതിന്റെ ശേഷം ദേവന്മാരാൽ തരുന്നത് മാത്രമേ സ്വീകരിക്കാവൂ എന്നതാണ് നിയമം. ഞാൻ പല പ്രഭാഷണങ്ങളിലും പറയാറുണ്ട്, ഇപ്പോഴും പറയുകയാണ്. ഈ രംഗമാണ് അതിന്റെ കാരണം. എന്ത്? നമ്മുടെ കയ്യിലുള്ളത് 1000 ഉറുപ്പ്യാണ്, നമ്മളത് മുഴുവൻ കൊടുത്തു. നമുക്ക് പിന്നീട് ആവശ്യം വരുന്നത് 1,00,000 ഉറുപ്പ്യാണ്. ഭഗവാന്റെ ആയിരക്കണക്കിനോ കോടിക്കണക്കിനോ കോടിയാണ്. നമുക്ക് ആകെ ഇവിടെ ആവശ്യം 10,000 ഉള്ളൂ. നമ്മൾ കൊടുത്തത് 1000, ഭഗവാൻ തരിക 10,000, 10,000ന്റെ ഇരട്ടിയുമാണ്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളെ മുഴുവൻ നിറവേറ്റത് ആരാണ്? ഈ ദേവന്മാരാണ്. തൈഹി ദത്താൻ, ഇങ്ങനെ അവരാൽ തരപ്പെട്ടതായിട്ടുള്ള ഓരോന്നും, ഏഭ്യഹ, ഇതുകൾ, ഇതിന്, അല്ലെങ്കിൽ ഇവർക്ക്, അപ്രദായ, ഇത് ഈ ദേവന്മാർക്ക് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ, ഇവിടെ ഏഭ്യഹ എന്നുള്ളത് ആ ദേവന്മാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് അപ്രദായ, കൊടുത്തിട്ടില്ല എങ്കിൽ, യഹ ഭുങ്ക്തേ, ആരാണോ അനുഭവിക്കുന്നത്, സഹ സ്തേനഹ ഏവ, നമുക്ക് ഭഗവാൻ തന്നു, അതിനെ നമ്മൾ ഭഗവാന് തന്നെ കൊടുത്തിട്ടില്ല എങ്കിൽ, യഹ ഭുങ്ക്തേ, ആരാണോ അത് നമ്മൾ സ്വയം ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത്, ഉണ്ണുന്നത്, സഹ സ്തേനഹ ഏവ, സ്തേനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളൻ എന്നാണ്. അദ്ദേഹം ആരാണ്? നമുക്ക് കിട്ടിയത് നമ്മൾ ഭഗവാന് കൊടുക്കാതെ കണ്ട് നാം ഒറ്റയ്ക്ക് തിന്നു എന്ന് കൂട്ടുക, ഞാൻ അപ്പൊ കള്ളനായി. ഇനി ഭഗവാന് കൊടുക്കുക എന്നതിൽ അമ്പലത്തിൽ കൊടുക്കാം, ജീവജാലങ്ങൾക്ക് കൊടുക്കാം, സസ്യജാലങ്ങൾക്ക് കൊടുക്കാം, പലതും ഉണ്ട്. ഈ കൊടുക്കല് ഇന്നയാൾക്ക് കൊടുത്തോളണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും കൊടുക്കണം എന്നാണ്. അപ്പൊ അതിൽ നമ്മൾ ചില നിയമങ്ങളൊക്കെ വെച്ചു. അതാണ്, ഒരു ഭാഗം ദേവന്, ഒരു ഭാഗം മർത്യർക്ക്, ഒരു ഭാഗം സസ്യജാലങ്ങൾക്ക്, ഒരു ഭാഗം തിര്യക് ജാതികൾക്ക് എന്നൊക്കെ നമ്മൾ വെച്ചു. അതേപോലെ ഒരു ഭാഗം നമുക്ക് ഭാവി തലമുറയ്ക്ക്, ഒരു ഭാഗം നമുക്ക് ഉപയോഗിക്കാനായിട്ട്, ഇങ്ങനെ എട്ടായിട്ട് നമ്മൾ ഭാഗിച്ചിട്ടേ. അപ്പോൾ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കള്ളൻ തന്നെയാണ്. അതാണ് 8-1 ഊണ് കഴിക്കാവൂ. നമ്മളൊരു ഉരുള ആരോ ദാനം ചെയ്തു എന്ന് കൂട്ടുക, പണ്ടൊക്കെ അങ്ങനെയാണ്, 2 കയ്യും നിറയാവുന്ന രീതിയിലുള്ള ഉരുളയാണ് തരിക. ആ ഉരുള കിട്ടിക്കഴിഞ്ഞാൽ അത് 8ആയിട്ട് ഭാഗിക്കണം, അതിൽ 1 മാത്രമേ നമുക്ക് കഴിക്കാനുള്ള അധികാരമുള്ളൂ. എന്ന കൂട്ടത്തിൽ ആ ഉരുളയ്ക്ക് പകരം നമ്മൾ സ്വീകരിക്കുന്നത് എന്തോ അത് മുഴുവൻ തൈഹീദത്താൻ, ഭഗവാനാൽ തരപ്പെടുന്നതാണ്. അതിനെ നമ്മൾ അപ്രദായ ആണ് എങ്കിൽ, മറ്റൊരാൾക്ക് സമർപ്പിക്കാതെ കണ്ടാണ് ഈ 8 ഉരുളയും കഴിക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? ഭഗവാന്റെ അഭിപ്രായത്തില് അവര് കള്ളൻ ആണ്. അപ്പോ നമ്മൾ കക്കണ്ട, അന്യന്റെ മുതല് കക്കണ്ട. നമ്മുടെ കയ്യിലുള്ളത് ദാനം ചെയ്യാഞ്ഞാൽ, വിഹിതം അനുസരിച്ച് ദാനം ചെയ്യാഞ്ഞാൽ നാം കള്ളനാണ് എന്നാണ് പറഞ്ഞത്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോ അത്രയും പ്രാധാന്യമുണ്ട്
മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞു. ഇവിടെ ദേവന്മാർക്ക് എന്നാണ് പറഞ്ഞതെങ്കിലും ദേവന്മാർ എല്ലാവരിലും ഇരിക്കുന്നു എന്നതുകൊണ്ട് ഈ പഞ്ചയജ്ഞ വിധി പ്രകാരമാണ് കൊടുക്കേണ്ടത് എന്ന് ഭഗവാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ചെയ്താലും മതി. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈഹി ദത്താൻ. അത് വളരെ പ്രധാനമാണ്. അപ്രദായേഭ്യോ അപ്രദായ ഏഭ്യഃ യഹ ഭുങ്ക്തേ സ്തേന ഏവ സഹ തൈഹി ദത്താൻ അപ്രദായൈഹി ഏഭ്യഃ. അപ്രദായൈ അപ്രദായ എന്ന് മതി, അതാണുള്ളത്. അപ്രദായ ഏഭ്യഃ. അപ്പോ നമുക്ക് കുറച്ച് വിഷമമുണ്ട് മൂന്നാമത്തെ വരി, ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കുന്നതും ഉള്ളിലേക്ക് എത്തുന്നതും ആണ് തൈഹി ദത്താൻ, ദേവന്മാരാൽ തന്നതെന്നോ തരപ്പെടുന്നതെന്നോ എന്തായാലും നമ്മൾ സ്വീകരിച്ചത്. അതിനെ അപ്രദായേഹി അന്യന്മാർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ ഏഭ്യഃ ഈ ദേവന്മാർക്കാണ് അത് കൊടുക്കേണ്ടത്. അവർക്ക് അത് കൊടുത്തിട്ടില്ല വെച്ചാൽ എന്താ വരിക? അതിന്റെ ഫലം എന്താ? ആരാണോ ഇങ്ങനെ യഹ ഭുങ്ക്തേ, ആരാണോ അത് കഴിക്കുന്നത്, അവര് സ്തേനഹായേവ സ കള്ളന്മാരാണ്. അപ്പൊ എത്ര ഭഗവാൻ ചിന്തിച്ചാണ് അർജുനനോട് പറയണത്? അർജുനനോടല്ല കേട്ടോ. ആരാ അർജുനൻ? നമ്മളാണ് അർജുനൻ. ആരാ പാർത്ഥൻ? നമ്മളാണ് പാർത്ഥൻ. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണത്. 5 പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഒരു ശരീരമാണതേ. അതിലിരിക്കുന്ന നമ്മളാണ്. അപ്പൊ നമ്മളാണ് പാർത്ഥൻ. അതുകൊണ്ട് നമ്മളോട് പറയാണ് ഭഗവാൻ എന്താ ചെയ്യേണ്ടത്? യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെടേണ്ടവരായിട്ടുള്ള ദേവന്മാര് നമ്മളാൽ ആരാധിക്കപ്പെടുക തന്നെ വേണം. കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം. അവർ തരുന്നത് നാം സ്വീകരിക്കുക തന്നെ വേണം. സ്വീകരിച്ചതിനെ 8ൽ 1ആക്കിയിട്ട് സ്വീകരിക്കാവൂ. ബാക്കിയുള്ളത് 7ഉം നമ്മൾ കൊടുക്കണം. അവിടെ ഈ ബാക്കിയുള്ളത് 7 കൊടുക്കണം എന്നതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അതാണ് അതിൻ്റെ ഒരു നിയമം. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സ. ഇനി 13ാമത്തെ ശ്ലോകം. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഖം പാപ യേ ഭജന്ത്യാത്മകാരണാത്. 13ാമത്തെ ശ്ലോകം.